ഇതിപ്പോ ഈ സമയത്ത്? തെരേസ് ആണല്ലോ. ഹലോ തെരേസ്. എന്തിനാ നീ ഇപ്പൊ വിളിച്ചത്? ആടി ട്രീസ, ഞാനിപ്പോ നിന്നെ വിളിച്ചത് മമ്മയുടെ കാര്യം പറയാനാ. മമ്മ പറഞ്ഞില്ലാന്ന് ഞങ്ങൾ പ്ലാനിങ് പറഞ്ഞതിന് ശേഷം. മമ്മ പപ്പയോട് ചോദിച്ചതിന് ശേഷം പറയാമെന്ന്. അപ്പോൾ മമ്മ ഇപ്പോൾ പപ്പ വന്നപ്പോൾ ചോദിക്കാൻ പോയിട്ടുണ്ട്. അല്ല, നിങ്ങൾ പ്ലാനിങ് ആൻറ്റിയോട് പറഞ്ഞോ? ആടി തെരേസ്, മമ്മ സമ്മതിച്ചു. ലിൻഡാൻറ്റിക്ക് സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ അമ്മയും പിന്നെ എന്താ എനിക്ക് സമ്മതക്കുറവ്, ലിൻഡ സമ്മതിച്ചെങ്കിൽ ഞാനും സമ്മതിച്ചു എന്ന് പറഞ്ഞ് മമ്മയും സമ്മതിച്ചു. പിന്നെ മമ്മയും ലിൻഡാൻറ്റി പറഞ്ഞതുപോലെ പപ്പയോട് കൂടി ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ആണോ? അല്ല, അങ്കിളും പപ്പ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന അതേ സമയത്ത് തന്നെയല്ലേ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരാറുള്ളത്? എന്നിട്ട് ഇത്രയും നേരമായിട്ടും അങ്കിളിനെ കാണുന്നില്ലല്ലോ. അങ്കിൾ വീട്ടിൽ വന്നോ? പപ്പ വീട്ടിലേക്ക് വന്നു. അപ്പം അമ്മ പപ്പയോട് ചോദിക്കാൻ പോയിട്ടുണ്ട് കാര്യം. അപ്പോൾ അവിടുത്തെ പോലെ തന്നെ ഇവിടെ. ആണോ? ശരി, എന്നാൽ ഞാനും പപ്പയോടും അമ്മ ചോദിച്ചിട്ട് രണ്ടുപേരുടെയും, അതായത് പപ്പയും അമ്മയും തിരിച്ച് മറുപടി പറയുമ്പോൾ ഞാനും ആ മറുപടി നിന്നെ വിളിച്ച് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റ്. ശരി, എന്നാ ബൈ. മമ്മ എന്തായാലും ചോദിച്ചിട്ട് വരുമ്പം പപ്പയുടെയും അമ്മയുടെയും മറുപടി എന്താണെന്ന് ഞാൻ നിന്നെ വിളിച്ച് പറയാം. ശരി, ബൈ. ജെയിംസ്, എന്താ ലിൻഡ? അത് പിന്നെ കോളേജ് വിട്ട് വന്നപ്പം മുതല് എണ്ണത്തിൻ്റെയും ഒരു ഇരുപ്പും ഭാവം കണ്ടപ്പോൾ എനിക്ക് വശപിശക് തോന്നി. കാര്യനുസരിച്ച് പറഞ്ഞു തുടങ്ങി. അതായത് തെരേസും ഡാനിയലും കോളേജിൽ ഇന്റർവ്യൂവിൽ വെച്ച് കണ്ടു. അപ്പോൾ തെരേസ് വേഗം ചോദിച്ചു ഡാനിയലിനോട് ഇപ്രാവശ്യം എങ്ങോട്ടാണ് ട്രിപ്പ് പോകുന്നതെന്ന്. അതും നാഷണൽ ട്രിപ്പ്. നമ്മൾ ആകപ്പാടെ ഫാമിലി ഫ്രണ്ട്സായിട്ടും അല്ലാതെയും 3 തവണയല്ലേ നാഷണൽ ട്രിപ്പ് പോയിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ 4ാമത്തെ നാഷണൽ ട്രിപ്പാണ്. പിള്ളേരെല്ലാം പ്ലാൻ ചെയ്ത് എന്നിട്ട് ഡാനിയലും തെരേസും കൂടി അത് ട്രീസയോടും ജോയോടും പറഞ്ഞ് ട്രീസയും ജോയും ട്രീസയും ഡാനിയലും എല്ലാം എന്നിട്ട് വീട്ടിൽ പോയി പറഞ്ഞു എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ജെയിംസിനോട് കൂടി ചോദിക്കണ്ടേ. അപ്പോൾ ജെയിംസിൻ്റെ അഭിപ്രായം എന്താ? നല്ല കാര്യമല്ലേ, മക്കളുടെ ആഗ്രഹമല്ലേ. എന്തായാലും പിള്ളേരെല്ലാരും കൂടി പറയുന്നല്ലേ, അപ്പോൾ സാധിച്ചേക്കാം. എങ്കിൽ പിന്നെ എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് സാറേനോട് പറഞ്ഞ് എന്തായാലും ജെയിംസ് ഒന്ന് എബ്രഹാമിനെ കൂടി വിളിച്ച് പറയണം. സാറ ഇപ്പോൾ എബ്രഹാമിനോട് പറയാൻ നിൽക്കുമായിരിക്കും. അപ്പോൾ ജെയിംസ് വിളിച്ച് പറയുകയാണെങ്കിൽ അതൊരുപാട് നേരത്തെ ആവുമല്ലോ. അങ്ങനെ ടിക്കറ്റെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് പോയി ബുക്ക് ചെയ്യാമല്ലോ. അത് നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. ശരി, ഞാൻ എന്തായാലും എബ്രഹാമിനെ കൂടി വിളിക്കട്ടെ. ലിൻഡേ, നീ എന്തായാലും പോയി പിള്ളേരോട് കാര്യം പറ. പിന്നെ തെരേസിനോട് പറ, റീസമോളോട് കൂടി പറയാൻ ഇവിടെ എല്ലാം ഓക്കെ ആയെന്ന്. അതിപ്പം നമ്മൾ തെരേസിനോട് പറഞ്ഞില്ലെങ്കിൽ അവൾ എന്തായാലും ട്രീസനെ വിളിച്ച് പറയും. ട്രീസയെ അതുപോലെ തന്നെ. അത് ശരി. അല്ല, ജോയടെ? അവന് വന്നപ്പോൾ ചെറിയൊരു തലവേദന. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ ഫ്രഷ് ആയിട്ട് ഒരു ടാബ്ലറ്റ് കഴിച്ച് കിടക്കുക. വലുതായിട്ടൊന്നുമില്ലല്ലോ? അതിന് മാത്രമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും. ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരി ലിൻഡ, എങ്കിൽ നീ മക്കളുടെ അടുത്തേക്ക് പോയി പറഞ്ഞോ. ഈ പിള്ളേരുടെ ഒരു കാര്യമേ, ഈ എപ്പോഴാ ഏതാ പ്ലാൻ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അതിനൊത്ത് അമ്മയും ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. നീ പെട്ടെന്ന് മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ട്. അത് പിന്നെ മമ്മ എന്താ വരാത്തെന്ന് അറിഞ്ഞ് ടെൻഷൻ അടിച്ചിവിടെ നിൽക്കുമായിരുന്നു. അല്ല മമ്മ, പപ്പ എന്താ പറഞ്ഞു? വേഗം പറ. ഓ എൻ്റെ കൊച്ചേ, ഇങ്ങനെ വെറുതെ പിടിക്കല്ലേ. മമ്മ പറയാം. അപ്പ എന്താ പറഞ്ഞെന്നറിയോ? പപ്പ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. സത്യമാണോ? പപ്പ ഓക്കെ പറഞ്ഞു.
പറയും. എന്നിട്ട് സാറാൻറ്റി പറയാൻ പോകുമ്പോഴത്തേക്കും എബ്രഹാം അങ്കിൾ അതറിയും. അങ്ങനെ സാറാൻറ്റിക്ക് ചോദിക്കേണ്ടി വരില്ല വലുതായിട്ട്. അങ്ങനെ മൊത്തത്തിൽ സെറ്റായി. എല്ലാവരും സന്തോഷമായില്ലേ? ആ മമ്മ, ഒരുപാട് സന്തോഷമായി. ശരി മമ്മ, ഞാൻ എന്തായാലും ജോ ഇറങ്ങിയെന്ന് പോയി നോക്കിയിട്ട് വരാം. ഇല്ലെങ്കിൽ അവനോട് പറയാം. അത് വേണ്ട, ഇപ്പം അവനോട് പറയണ്ട. ഇപ്പം അവന് ആഹ്ലാദിക്കാനോ ഒന്നുമുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. കാരണം തലവേദന എടുത്തിരിക്കുന്ന ഒരാളോട് സന്തോഷ വാർത്ത പറഞ്ഞാൽ അധികം സന്തോഷിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം അവന് മൂടില്ലാത്തതുകൊണ്ട് നമുക്ക് നാളെ രാവിലെ പറയാം. ശരി മമ്മ. മമ്മ, ഞാൻ എങ്കിൽ പോയി കിടക്കുവാണേ. പോയി കിടന്നു. എന്താ ഒരു സന്തോഷം മക്കളുടെ. ഇത് കാണുമ്പോഴാ ഞങ്ങളുടെ മനസ്സിൽ ഒരു സന്തോഷം വീഴുന്നത്.